നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുക നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ എന്ത് ക്ലിക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ ഇങ്ങനെ ഇതുപോലെ സ്ക്രോൾ ചെയ്യുന്ന സമയത്തൊക്കെ സ്പീഡ് വളരെ കുറഞ്ഞ രീതിയിൽ വളരെ സ്ലോ ആയിട്ട് പോകുന്ന കാണാൻ സാധിക്കും. നമ്മുടെ ഫോണിൻ്റെ അകത്തുള്ള സ്പീഡ് കുറഞ്ഞിട്ടുണ്ടാകും. പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഫോണിനകത്തുള്ള സ്പീഡ് കുറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ റാം ഒരു വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് റാം കൂടിയ മൊബൈൽ ഫോണുകൾ വാങ്ങുന്നത്. മൊബൈൽ ഫോണിൻ്റെ പ്രൈസ് റേഞ്ച് കണക്കാക്കുന്നതും മൊബൈൽ ഫോണിൻ്റെ റാമും പ്രൊസസ്സറും നോക്കിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ മൊബൈൽ ഫോണും ഇത്തരത്തിൽ സ്ലോ ആകുന്നത് പരിഹരിക്കാൻ ചെറിയ 1-2 സെറ്റിങ്സിൽ നമുക്ക് നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്തത് ഗൂഗിളിലാണ്. മൊബൈൽ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് വെബ്സൈറ്റുകളൊക്കെ വർക്ക് ചെയ്യും. അത് നമ്മളറിയില്ല. നമ്മൾ ഏതെങ്കിലും സമയത്ത് നമ്മൾ ഓപ്പൺ ചെയ്ത വെബ്സൈറ്റ് ആയിരിക്കും. പക്ഷേ അത് ഗൂഗിൾ ക്രോമിനകത്ത് നിൽക്കുന്നുണ്ടാകും. അതുകൊണ്ട് വെബ്സൈറ്റ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ റാം ഉപയോഗിക്കും. മൊബൈൽ ഫോൺ സ്ലോ ആകാനൊക്കെ കാരണമാകും. അപ്പോൾ അതെങ്ങനെ കണ്ടെത്താമെന്നുള്ളത് കാണിച്ചു തരാം. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴെ സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണും. സെറ്റിങ്സിൻ്റെ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാം ടാബ്സ് എന്നുള്ളൊരു ഓപ്ഷൻ. ഈ ടാബ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മുകളിൽ ഇൻആക്റ്റീവ് എന്ന് കാണാൻ സാധിക്കും. ഈ ഇൻആക്റ്റീവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓൾറെഡി നിങ്ങളുടെ ഫോണിൽ നെവർ എന്നുള്ളിടത്തായിരിക്കും കാണാൻ സാധിക്കുക. ഇത് നിങ്ങൾ നേരെ എടുത്തിട്ട് ഇവിടെ താഴെ കാണുന്ന ആഫ്റ്റർ 7 ഡേയ്സ് എന്നോ ആഫ്റ്റർ 14 ഡേയ്സ് എന്നോ ആഫ്റ്റർ 21 ഡേയ്സ് എന്നുള്ള സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഏത് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്തും നമ്മുടെ ഫോണിനകത്തുള്ള നമ്മൾ ഓപ്പൺ ചെയ്യുന്ന വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡിലീറ്റ് ചെയ്ത് പോകാനുള്ള ഓപ്ഷനാണ്. അല്ലെങ്കിൽ ഇൻആക്റ്റീവ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആഫ്റ്റർ 7 ഡേയ്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏറ്റവും കുറഞ്ഞത് അതാണ്. അതുകൊണ്ട് തന്നെ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു വെബ്സൈറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം നിങ്ങളുടെ ഫോണിനകത്ത് വരില്ല. നിങ്ങളുടെ ഫോൺ അത്യാവശ്യം നല്ല സ്പീഡിൽ പ്രവർത്തിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ സെറ്റിങ്സ് നമ്മുടെ ഫോണിനകത്താണ്. ഫോൺ ഓപ്പൺ ചെയ്യുക. ശേഷം താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് അഡീഷണൽ സെറ്റിങ്സ് ഉള്ള ഓപ്ഷൻ ഇവിടെ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ള ഒരു സെറ്റിങ്സ് കാണും. ഇത് എൻ്റെ ഫോണിൽ അത് കാണുന്നില്ല. കാണാത്ത ആളുകൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എബൌട്ട് ഫോൺ എന്ന് കാണും. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ബിൽഡ് നമ്പർ എന്നോ അല്ലെങ്കിൽ കേണൽ വേർഷൻ എന്നോ അല്ലെങ്കിൽ MIUI വേർഷൻ എന്നോ കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ താഴെ ഭാഗത്ത് ഓപ്പോ മൊബൈൽ ഫോണിൽ വേർഷൻ എന്ന് കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താലാണ് ഇവിടെ വേർഷൻ നമ്പർ എന്ന് കാണും. അത് ക്ലിക്ക് ചെയ്ത് ഇതുപോലെ 7 തവണ പ്രസ് ചെയ്യുമ്പോഴാണ് ഇവിടെ കാണാം ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾഡ് എന്ന് കാണാൻ സാധിക്കും. അതായത് ഡെവലപ്പർ ഓപ്ഷൻ ഇപ്പോൾ എനേബിൾ ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെറ്റിങ്സിലോട്ട് വരിക. ഇവിടെ അഡീഷണൽ സെറ്റിങ്സിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാം ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ള പുതിയൊരു സെറ്റിങ്സ് വന്ന്. ഇനി ഇത് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ നേരെ നിങ്ങളുടെ സെറ്റിങ്സിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയി ഡെവലപ്പർ ഓപ്ഷൻ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഭാഗം ഓഫ് ആണെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ നേരെ താഴെ ഭാഗത്തേക്ക് ഇവിടെ കാണാൻ നിങ്ങൾക്ക് വിൻഡോ ആനിമേഷൻ സ്കെയിൽ എന്നുള്ള സെറ്റിങ്സ് കൂടെ കാണും. അത് ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങളുടെ ഫോണിൽ ഇതുപോലെ 1:1 എന്നോ 1.5 എന്നോ ഒക്കെ ആണെങ്കിൽ ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ആനിമേഷൻ ഓഫ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ ട്രാൻസിഷൻ ആനിമേഷൻ സ്കെയിൽ എന്നുള്ളതും ഇതുപോലെ ഓഫ് ചെയ്ത് കൊടുക്കുക. മൂന്നാമത്തെ ആനിമേറ്റഡ് ഡ്യൂറേഷൻ സ്കെയിൽ എന്നുള്ളതും ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് മൂന്നും നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിനകത്ത് നമ്മുടെ ഫോണിൽ ഓവർ വർക്കിംഗ് നടക്കും. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ റാം കൂടുതൽ ഉപയോഗിക്കും. അത് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിനകത്തുള്ള സ്പീഡ് കുറച്ചൊന്ന് കൂട്ടാൻ സാധിക്കും. പിന്നെ നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ എന്ത് ക്ലിക്ക് ചെയ്താലും വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതും നിങ്ങളുടെ ഫോൺ സ്ലോ ആകുന്ന പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.